മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളെല്ലാവരും ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുകയാണല്ലോ. നിങ്ങളെല്ലാം പാപങ്ങളെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പാപം എന്നാൽ എന്താണ്? ആർക്കറിയാം? പറയൂ മകളെ, പാപം എന്നാൽ എന്താണ്? പ്രമാണങ്ങളുടെ ലംഘനമാകുന്നു പാപം. കുറിച്ച് എല്ലാവരും ഒന്ന് പറഞ്ഞേ. പ്രമാണങ്ങളുടെ ലംഘനമാകുന്നു പാപം. അതുകൊണ്ട് പ്രമാണങ്ങൾ ലംഘിക്കുക. ദൈവത്തിന്റെ 10 കൽപ്പനകളുണ്ട്. ആ പ്രമാണങ്ങൾ ലംഘിക്കാതിരിക്കുക. ഒപ്പം തന്നെ തിരുസഭയിൽ 5 കൽപ്പനകളുണ്ട്. ആ തിരുസഭയിൽ 5 കൽപ്പനകളും കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്യുക. അത് പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ പാപമാകും. അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ദൈവം ഒരു കേട്ടെ. അതോടൊപ്പം തന്നെ പാപങ്ങൾ എത്ര വിധമുണ്ട് പാപങ്ങൾ? ഇപ്പൊ 2 വിധത്തിലുണ്ട് പാപങ്ങൾ. ഉത്ഭവപാപവും കർമ്മപാപവും. എന്താണ് ഉത്ഭവപാപം എന്നുള്ളത് ആർക്കറിയാം? ഉത്ഭവപാപം എന്താണെന്ന് മകളെ പറയൂ. മാതാപിതാക്കന്മാർ ചെയ്ത പാപത്തിന്റെ ഫലമായി അവരുടെ സന്താന പരമ്പരകൾ പാപാവസ്ഥയിൽ അഥവാ ആത്മാവിന് വരെ പ്രസാദമില്ലാത്ത സ്ഥിതിയിൽ ഉദ്ഭവിക്കുന്ന ഈ പാപത്തെ ഉത്ഭവപാപം. അതായത് ആദ്യപിതാക്കന്മാര് ആദവും ഹവ്വയും ചെയ്ത പാപത്തിന്റെ ഫലമായി അവരുടെ സന്താന പരമ്പര നമ്മളൊക്കെ പാപാവസ്ഥയിൽ ജനിക്കുന്നു. ഇതിനെയാണ് ഉത്ഭവപാപം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഏതാ? കർമ്മപാപം. കർമ്മപാപം എന്നാൽ എന്താ? ആർക്കറിയാം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കർമ്മപാപം എന്നാൽ എന്താണ്? പറയൂ. തിരിച്ചറിവ് വന്നതിന് ശേഷം അറിവോടെയും പുനർസമ്മതത്തോടെ ചെയ്യുന്ന പാപത്തെ കർമ്മപാപം എന്ന് വിളിക്കുന്നു. അതെ, തിരിച്ചറിവ് വന്നതിന് ശേഷം. നിങ്ങൾക്ക് ഇപ്പൊ തിരിച്ചറിവ് വന്നോ? തിരിച്ചറിവ് വന്നതിന് ശേഷം അറിവോടും സമ്മതത്തോടും ചെയ്യുന്ന പാപമാണ് കർമ്മപാപം. അങ്ങനെ അറിവോടും സമ്മതത്തോടും പാപം ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് കർത്താവിന്റെ ആത്മാവിനെ അയക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് മൂലപാപങ്ങൾ. ആർക്കറിയാം മൂലപാപങ്ങൾ? എത്രണ്ണമുണ്ട് മൂലപാപങ്ങൾ? 7 എണ്ണമുണ്ട്. മൂലപാപങ്ങൾ ഏതൊക്കെയാ? നിഗളം, എളിമ, ദിവ്യാഗ്രഹം, ഔദാര്യം, മോഹം, അടക്കം, കോപം, ക്ഷമ, കൊതി, മിതഭോജനം, അസൂയ, ഉപവി, മടി, ഉത്സാഹം. നന്നായി തന്നെ പറഞ്ഞിരിക്കുന്നു. നന്നായി പഠിച്ചൊരുങ്ങി നല്ല ഒരു ആദ്യ കുർബാന സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.